പ്രൈസ് ദി ലോർഡ്. പിശാചിന് എപ്പോഴും ആഗ്രഹം നീ ആ ഇരുണ്ട റൂമിൽ തന്നെ കിടക്കണമെന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിന്മേൽ ഒരു അഭ്യർത്ഥിയും ഇല്ലാതെ വണ്ണം, ഒരു പ്രോഗ്രസും ഇല്ലാതെ വണ്ണം എന്നേക്കുമായി നീ കെട്ടപ്പെട്ട് കിടക്കണമെന്നുള്ളതാണ് പിശാചിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നത് എത്ര വലിയ കെട്ടപ്പെട്ട അനുഭവമാണെങ്കിലും, എത്ര വലിയ ഡെലിവറൻസ് ഇല്ലാത്ത വിഷയമാണ് നീ ഫേസ് ചെയ്യുന്നതെങ്കിലും, ഇനി മുൻപിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലാണ് ഇന്നെന്റെ മെസ്സേജ് കേൾക്കുന്നതെങ്കിലും നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ്: നിനക്ക് ആ വിഷയത്തിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരാൻ പറ്റും. പിശാച് ബന്ധിച്ച ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാര മേഖലകളിൽ നിന്ന് എന്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്ന് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവിക സന്ദേശം ഞാൻ കൈമാറുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. നമ്മളുടെ ആരാധനകളും കൂട്ടായ്മകളും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1 മണി വരെയുള്ള സമയം ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത്. ആ വിടുതൽ ശുശ്രൂഷയിലേക്കും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വേറെ എവിടെയും നിങ്ങൾ മീറ്റിംഗിൽ പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിൽ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ ഉള്ള സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകങ്ങളിൽ നിന്നാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചു വരുമ്പോൾ 1-ാം അധ്യായം തൊട്ട് 28-ാം അധ്യായം വരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് ഉടനെ എന്നുള്ള പദം. പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള പദം. അവൻ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങുവാനിടയായി തീർന്നു. ഇന്ന് കുറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോടുള്ള ദൂത്, പരിശുദ്ധാത്മാവിന് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇറങ്ങുവാൻ പറ്റും. 10 ദിവസം കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനത്തിന്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതത്തിന്മേൽ വലിയ പരിവർത്തനം നടക്കുവാനിടയായി തീർന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പരിവർത്തനങ്ങൾ, ആൾ മാറിയവനെ പോലെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചേഞ്ചും രൂപാന്തരവും കൊണ്ടുവരുവാൻ പറ്റും. ആമേൻ. വീണ്ടും നമ്മൾക്ക് കാണുന്നത് ശിഷ്യന്മാർ നടന്നുപോയ മേഖലകളിൽ, ആമേൻ, അവർ പ്രാർത്ഥിച്ച മേഖലകളിൽ പെട്ടെന്നുള്ള ദൈവ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിന്മേൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മപ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ്. പ്രാശ്രയ ഒരുപാട് നാളായി പ്രാർത്ഥിച്ചു, മറുപടി ഇല്ല. ഇനി മറുപടി കാണുമോ എന്ന് അറിയുകയില്ല എന്നൊക്കെ ചോദ്യത്തിന്റെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്നോടുള്ള ദൂത്, നീ ഒരിക്കലും പിന്മാറിപ്പോകണ്ട. അവിടെ തന്നെ നിന്നോ. പെട്ടെന്ന് എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ മേൽ
പെട്ടെന്നുള്ള ദൈവപ്രവൃത്തിയെ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. സംഭവിക്കും. ആ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷന്റെ നടുവിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും. ചന്ദ്രരോഗം പിടിച്ച ഒരു ബാലകനെ യേശുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗം നമ്മൾക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിക്കും വിടുവിക്കുവാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഡോക്ടേഴ്സിന് പോലും വിടുവിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ബന്ധിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവന്റെ ജീവിതത്തിൽ സൗഖ്യം വന്നതുപോലെ ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ്. പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഹോസ്പിറ്റലുകൾ തള്ളിയ കേസുകളുടെ നടുവിൽ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും. ഷോക്ക് വന്നു, തളർന്നിരിക്കുകയാണ്, ഇനി ജോലി ചെയ്യാൻ പറ്റുകയില്ലെന്നാണ്, ഇനി എന്റെ ജീവിതത്തിന്റെ മേൽ കരിയർ ഇല്ലെന്നാണ് ഹോസ്പിറ്റലുകൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ എന്ന് ഞാൻ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. നമ്മുടെ ദൈവം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പെട്ടെന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപക്ഷെ നീ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. ദൈവത്തിന്റെ വചനം പറയുന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്ന ഒരു ടൈം ഉണ്ട്, അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമാണ് പെട്ടെന്നുള്ള ദൈവപ്രവൃത്തി കാണാൻ പറ്റുകയുള്ളൂ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നടന്നതല്ല, അതിന്റെ പുറകിൽ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. 10 ദിവസം കാത്തിരുന്നതിന്റെ ഫലമാണ് പെട്ടെന്ന് എന്നുള്ള റിസൾട്ട് വരുവാനിടയായി തീർന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ആ കാത്തിരുന്ന വിഷയത്തിന്റെ നടുവിൽ നീ നോക്കിക്കോ, നീ വിശ്വസിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. അത് നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരും. അത് നിന്റെ ഭാവിയോടനുബന്ധിച്ച് ഇറങ്ങി വരും. അത് ചില ഡിവോഴ്സിന്റെ വക്കിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരോട് ഞാൻ ദൈവാത്മ പ്രേരിതമായി ദൂതിനെ ഞാൻ കൈമാറുകയാണ്. നിന്റെ വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം എന്തും ചെയ്യും. ദൈവത്തിന്റെ ടൈം ആകും. കൈറോസ് ടൈമിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ കാര്യവും പെട്ടെന്ന് വരത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന ദേശത്തിലേക്ക് ഞാൻ വന്നു ബ്രദറെ, ഇതുവരെ ഒരു നന്മ എന്റെ ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ സ്ട്രഗിളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ലൈഫ് മൊത്തം അവൻ ഒരു ഇരുണ്ട റൂമിന്റെ അകത്തിരിക്കുന്ന ഫീലിംഗിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവിടെ നീ വിശ്വസ്തയോടുകൂടി നിന്നോ, ദൈവത്തിന്റെ വെളിച്ചം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അതാണ് ബൈബിൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 19 വരെയുള്ള വാക്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ചത്. പത്രോസ് എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ ഭക്തൻ, അവൻ കാരാഗൃഹത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ചങ്ങലകളാൽ ബന്ധിച്ച് അവനെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഹെരോദാവ്
അവനെ കൊന്നുകളവാൻ അവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തോടനുബന്ധിച്ച് ശത്രുവിന്റെ പ്ലാനുകൾ അവൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു രാത്രിയായിരിക്കും ഇന്നത്തെ രാത്രി. ഹെരോദാവ് ചിന്തിച്ചത് പത്രോസിനെ കൊന്നുകളയണമെന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. പ്രിയരെ, നിങ്ങളൊരു ദൂത് ഞാൻ കൈമാറാം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സഭ അവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മേൽ, ഫേസ് ചെയ്യുന്ന വിഷയത്തിന്റെ നടുവിൽ പതറാതെ പ്രാർത്ഥനയിൽ കയറിയാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നീ സേവിച്ചു നിൽക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ശിവന്റെ നാമത്തിൽ ഇത് പറയുമ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ അവന്റെ കരം ചലിക്കുകയാണ്. സംഭവിക്കുകയാണ്. പത്രോസിനെ തീർത്തുകളയാമെന്ന് ചിന്തിച്ചു. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: അർദ്ധരാത്രിയിൽ ഉടനെ ദൈവത്തിന്റെ ദൂതൻ പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞുവല്ലോ, തുടക്കത്തിൽ പറവാനിടയായിത്തീർന്നു. ശത്രുവിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നിന്നെ ആ കാരാഗ്രഹത്തിൽ ഇട്ട് ഒരിക്കലും നിന്നെ വെളിച്ചം കാണാതെ വണ്ണം ഭയമിട്ട് നിരാശയിട്ട് ഇങ്ങനെ പല വ്യക്തികൾ കടന്നു പോകുന്നവരുണ്ട്. അവരോടുള്ള ദൂതാണ് അവൻ ഒരിക്കലും നന്മ കാണാത്ത രീതിയിൽ നിന്നെ നശിപ്പിച്ചു കളയണമെന്ന് പ്ലാൻ ചെയ്ത പൈശാചിക മേഖലകളുടെ മേൽ നിനക്ക് ഇന്ന് വിജയം കൈവരിക്കുവാൻ പറ്റും. പ്രാർത്ഥിച്ചോ എന്നോട് ചേർന്ന്. ദൈവിക പ്രവർത്തികൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും വെളിപ്പെട്ടു വന്നിരിക്കും. കാരാഗ്രഹത്തിലാണെങ്കിലും പത്രോസ് ഒരല്പം പോലും ഭയപ്പെട്ടില്ല. നിങ്ങളോടുള്ള ദൂത്, എത്ര വലിയ വിഷയമാണെങ്കിലും ഭയപ്പെടരുത്. ഭയം പിശാച് കൊണ്ടുവരുന്ന കെണിയാണ്. ആ കെണികൾ നീ വീണു പോകരുത്. ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ ചെയ്യേണ്ടത്, നിനക്കു വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ മുഖത്തേക്ക് നോക്കുക. ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണത്. ഈ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന പത്രോസ് ബന്ധനത്തിൽ, കാരാഗ്രഹത്തിൽ കടക്കുകയാണ്. സൈനികർ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭ പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: പത്രോസ് കടന്ന റൂമിലേക്ക് വലിയ ദൈവിക പ്രകാശം വരുവാനിടയായി തീർന്നു. ആമേൻ. പെട്ടെന്ന് ജയിലിന്മേൽ പ്രകാശം തെളിഞ്ഞു. ആമേൻ. നീ ഭാരപ്പെടണ്ട പ്രിയ സഹോദര സഹോദരി, ഭാരപ്പെടണ്ട. ഇന്നത്തുള്ള ദൂത് നിനക്കുള്ളത് തന്നെയാണ്. ആമേൻ. ആമേൻ. നിനക്കു വേണ്ടി ഏതു നിമിഷവും ദൈവത്തിന് ഇറങ്ങാൻ പറ്റും. ആമേൻ. 115-ാം സങ്കീർത്തനം വായിക്കുന്നത് പോലെ ചെവിയുണ്ടായിട്ടും കണ്ണുണ്ടായിട്ടും ആമേൻ വായുണ്ടായിട്ടും കേൾക്കാനോ പ്രീശല കാണാനോ കഴിയാത്ത ഒരു ദൈവത്തെ എല്ലാം നീ സേവിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ജീവനുള്ള യേശുവനെയാണ് നീ സേവിക്കുന്നതെങ്കിൽ പ്രീശലോട് അവനും നിന്റെ വിഷയത്തിന്റെ മേലെ ഇറങ്ങാൻ പറ്റും. നിന്റെ ഫോക്കസ് ദൈവത്തിലായിരിക്കണം. ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കരുത്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പുറകെ പോകരുത്. അതിനേക്കാൾ ഉപരിയായി അവൻ നിന്റെ രക്ഷിതാവായി, നിന്റെ വീണ്ടെടുപ്പുകാരനായി നിനക്ക് യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റിയാൽ
സഹോദര സഹോദരി, മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിന്മേൽ എൻ്റെ യേശുവിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. മാൻ, ഹെരോദാവ് കൊണ്ടുവന്നിട്ട കാരാഗ്രഹമാണ്. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും അതിൻ്റെ നടുവിൽ അത്ഭുതം ചെയ്യാൻ പറ്റുകയില്ല, പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ആമേൻ. അത്രയ്ക്ക് ശ്രദ്ധയോട് കൂടിയിട്ടാണ് പത്രോസിനെ കൊണ്ടുവന്നിട്ടത്. പിശാചേ, നീ എത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും, ഈ ജനത്തിന്റെ നടുവിൽ നീ എത്ര വലിയ പ്ലാനുകൾ ഇട്ടാലും, ആമേൻ, പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്റെ മുൻപിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അച്ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൂതൻ ഇറങ്ങി അവനെ കൈക്ക് പിടിച്ചു, പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, ആമേൻ, ദൂതൻ പത്രോസിനെ തൊട്ടപ്പോൾ ബന്ധനങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് ആമേൻ പൊഴിഞ്ഞു, മാറിപ്പോകുവാനിടയായി തീർന്നു. ചെങ്ങലകൾ, അവൻ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അവന്റെ മുൻപിൽ തുറക്കുവാനിടയായി തീർന്നു. ഇന്ന് നിന്റെ മുൻപിൽ ഒരിക്കലും തുറക്കയില്ലെന്ന് പറയുന്ന വാതിലുകൾ വരെ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ കൽപ്പിക്കുകയാണ്. ഒരിക്കലും പത്രോസിനെ പുറത്തു കൊണ്ടുവരാതെ വണ്ണം അവൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാരാഗ്രഹത്തിന്റെ ആ ഇരുമ്പ് വാതിലുകൾ അടച്ചിട്ടത്. പക്ഷെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, എനിക്ക് ആ ഭാഗം ഇന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ സേവകന്മാർ, കാരാഗ്രഹത്തിന്റെ പ്രമാണികൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും അറിയാതെ വണ്ണം ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന് ദൂതൻ അവനെ പുറത്തു കൊണ്ടുവന്നു. നിന്നോടുള്ള ദൂത്, നീ അറിയാതെ, കമോൺ, നീ അറിയാതെ നിന്നെ ദൈവം ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നോ? നീ അറിയാതെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് എന്റെ ദൈവം നിന്നെ കൈപിടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കെതിരാണ് എല്ലാവരും ഇന്ന്. നിന്നോടുള്ള ദൂത്, നീ അറിയാതെ ദൈവം നിന്നെ ആ വിഷയത്തിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും. കമാൺ, നീ അറിയാതെ നിന്റെ മക്കൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരും. നീ അറിയാതെ നിന്റെ രോഗത്തിൽ നിന്ന് ദൈവകരം ചലിക്കും. സംഭവിക്കുകയാണ് ഈ സീസൺ, സംഭവിക്കുകയാണ്. ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തിന്റെ വചനം അനേകർക്കൊരു വിടുതലിന് കാരണമായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഇവർ അഭിമുഖീകരിക്കുന്ന കാരാഗ്രഹം, ആ ഇരുളിന്റെ അനുഭവത്തെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ ഈ ജനത്തിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. ആമേൻ. ആ രോഗത്തിൽ നിന്ന് ദൈവകരം ചലിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ദൈവപ്രവൃത്തിക്കായി നന്ദി പറയും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട്, സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ ഒരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ഓൾ.